നമസ്കാരം, ആലം ന്യൂസിലേക്ക് സ്വാഗതം. കുടിയേറ്റ വിരുദ്ധ നിലപാട് തിരുത്തി കൺസർവേറ്റീവ് നേതാക്കൾ. കർശനമായ കുടിയേറ്റ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടത്താൻ തനിക്ക് ഉദ്ദേശമില്ല എന്ന് കെമി ബെഡ്നോക്ക്. ബ്രിട്ടനിൽ സ്വന്തമായ ഒരു വീട് വാങ്ങാമെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോടാണ്. ബ്രിട്ടനിൽ വാടക ചെലവുകൾ പോലും നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് എന്ന് റിപ്പോർട്ട്. ആൻഡ്രൂ രാജകുമാരൻ ഇനി മുതൽ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസൺ എന്നറിയപ്പെടും. രാജകുമാരന്റെ രാജകീയ പദവികൾ പിൻവലിക്കുമെന്നും ബക്കിംഗ്ഹാം കൊട്ടാരം. ഡോൺകാസ്റ്റർ നഗരത്തിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ 70 വയസ്സുള്ള ആൾ കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്ക്. ലണ്ടനിലെ ഹീത്രൂവിൽ നിന്നും തായ്ലൻഡിലെ ഫുക്കറ്റിലേക്ക് വെർജിൻ അറ്റ്ലാന്റിക് നേരിട്ടുള്ള സർവീസ് നടത്തുന്നു. 2026 ഒക്ടോബർ 18 മുതൽ ആഴ്ചയിൽ 3 ദിവസം സർവീസ്. അടുത്ത വർഷം അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണം വെറും 7500 എന്ന തലത്തിലേക്ക് പരിമിതപ്പെടുത്താൻ തീരുമാനമെടുത്ത് ട്രംപ് ഭരണകൂടം. ഇവരിൽ പരിഗണന വെള്ളക്കാരായ ദക്ഷിണാഫ്രിക്കക്കാർക്ക്. കേരള ചരിത്രത്തിലെ പുതുമയായിരുന്നു തുടർ ഭരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. US-നെ കടത്തിവെട്ടുന്ന നേട്ടം കേരളം ഉണ്ടാക്കിയെന്ന് ഖത്തറിലെ ദോഹയിൽ പിണറായി വിജയൻ. UAE-യിൽ ഇന്ത്യക്കാർക്കുള്ള പാസ്പോർട്ട് ആധുനികവൽക്കരിക്കുന്നു. ഇനി മുതൽ എല്ലാ പാസ്പോർട്ട് അപേക്ഷകർക്കും ഈ പാസ്പോർട്ട്. PM ശ്രീ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആഴ്ചതോറും CPM CPI ചർച്ചയ്ക്ക് ധാരണ. വാർത്തകൾ വിശദമായി. കുടിയേറ്റ വിഷയത്തിൽ പൊള്ളി ടോറികൾ തെറ്റുതിരുത്തി. ആരെയും നാടുകടത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കുടിയേറ്റ വിഷയത്തിൽ ഒടുവിൽ കൺസർവേറ്റീവ് നേതാവ് കെമി ബെഡ്നോക്ക് പാർട്ടിയുടെ നിലപാട് തിരുത്തി. കർശനമായ കുടിയേറ്റ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടത്താൻ തനിക്ക് ഉദ്ദേശമില്ല എന്നും കെമി ബെഡ്നോക്ക് അറിയിച്ചു. അതിരുവിട്ട കുടിയേറ്റ വിരുദ്ധ പരാമർശങ്ങൾക്ക് ശേഷം ബ്രിട്ടനിൽ നിയമപരമായി താമസമാക്കിയവരെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട് കൺസർവേറ്റീവ് MP കാറ്റി ലാമിന്റെ പ്രസ്താവന അവ്യക്തമാണ് എന്ന് കെമി ബെഡ്നോക്ക് അറിയിച്ചു. ഭാവിയിൽ കൺസർവേറ്റീവ് സർക്കാർ നിലവിൽ വന്നാൽ PR സ്റ്റാറ്റസ് ഉള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് ഉയർന്ന ആശയക്കുഴപ്പം ഇതോടെ ഒഴിവാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം നടന്ന അഭിമുഖത്തിലാണ് ഷാഡോ ഹോം ഓഫീസ് മന്ത്രിയായ കാറ്റി ലാം ILR റദ്ദാക്കുന്നത് പാർട്ടിയുടെ നയമാണെന്ന് പറഞ്ഞത്. ബ്രിട്ടനിൽ സാംസ്കാരിക ഇഴുകിച്ചേരൽ ഉറപ്പുവരുത്തുന്നതിനായി പലരെയും നാടുകടത്തുമെന്നും അവർ പറഞ്ഞിരുന്നു. ഇവരുടെ ഈ പ്രസ്താവനയെ തുടർന്ന് ചില കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ നേതൃത്വത്തിന് മുന്നിൽ പരാതികൾ ഉന്നയിച്ചിരുന്നു. ബ്രിട്ടനിൽ സ്വന്തമായി ഒരു വീട് വാങ്ങാമെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോടാണ്. ബ്രിട്ടനിൽ വാടക ചെലവുകൾ പോലും നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ്. വാടക നിരക്കുകൾ പുതിയ റെക്കോർഡ് ഉയരം കീഴടക്കിയെന്നാണ് റെന്റേഴ്സ് റിഫോം കൊളീഷൻ വിലയിരുത്തൽ വ്യക്തമാക്കുന്നത്. ബ്രിട്ടനിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വരുമാനത്തിന്റെ 44% വരെ വാടകയ്ക്കായി ചെലവാകുന്ന സ്ഥിതിയാണുള്ളത്. ഇത് 5 വർഷം മുൻപ് 40% വരെയായിരുന്നു. ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നതിനേക്കാൾ ലാഭം മോർട്ട്ഗേജ് എടുത്ത് സ്വന്തമായ ഒരു വീട് വാങ്ങുന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നിലവിലെ വാടക നിരക്കുകളുടെ കയറ്റമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. താങ്ങാൻ കഴിയുന്ന താമസ സ്ഥലങ്ങളുടെ എണ്ണം കുറയുന്നത് വാടകക്കാർക്ക് കനത്ത സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നതെന്ന് റൈറ്റ് മൂവ് പറയുന്നു. ഉയർന്ന വാടക മൂലം 25%-ഓളം വാടകക്കാർ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണെന്നും റെന്റേഴ്സ് റിഫോം കൊളീഷൻ ആരോപിച്ചു. ഇനി രാജകുമാര പട്ടമില്ലാതെ ആൻഡ്രൂ രാജകുമാരൻ. കൊട്ടാരത്തിൽ നിന്നും ജയിലിലേക്കാണോ പോക്കെന്നാണ് ഇനി അറിയേണ്ടത്. ആൻഡ്രൂ രാജകുമാരന്റെ രാജകീയ പദവികൾ പിൻവലിക്കുമെന്നും വിൻസണിലെ റോയൽ ലോഡ്ജിലുള്ള വീട്ടിൽ നിന്ന് അദ്ദേഹം താമസം മാറുമെന്നും ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു. അദ്ദേഹം ഇനി മുതൽ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസൺ എന്നറിയപ്പെടും. ആൻഡ്രൂ രാജകുമാരന്റെ ശൈലി, സ്ഥാനപ്പേരുകൾ, ബഹുമതികൾ എന്നിവ നീക്കം ചെയ്യുന്നതിനുള്ള ഔപചാരിക നടപടിക്രമം ചാൾസ് രാജാവ് ആരംഭിച്ചിട്ടുണ്ട്. ബാലലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ആൻഡ്രൂവിന്റെ സൗഹൃദത്തെക്കുറിച്ചും എപ്സ്റ്റീന്റെ ഇരകളിൽ ഒരാളായ വിർജീനിയ ഗിയൂഫ്രെ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ലൈംഗികാതിക്രമ ആരോപണങ്ങളെ കുറിച്ചും വന്ന തുടർച്ചയായ വാർത്തകൾ മൂലം രാജവാഴ്ചയ്ക്ക് അപമാനമുണ്ടായി എന്ന രാജകുടുംബത്തിന്റെ ഉത്കണ്ഠയെ തുടർന്നാണ് ഈ തീരുമാനം. UK-യിൽ ഫോൺ റേഞ്ച് കിട്ടുന്നില്ലേ? എല്ലാം വെർജിൻ മീഡിയ O2 നോക്കിക്കൊള്ളും. ഫോൺ സിഗ്നൽ ലഭിക്കാത്ത ഇടങ്ങളിൽ ഓട്ടോമാറ്റിക്കായി നേരിട്ട് സാറ്റലൈറ്റ് കണക്ടിവിറ്റി നൽകുന്ന ബ്രിട്ടനിലെ ആദ്യ മൊബൈൽ നെറ്റ്വർക്കായി മാറുകയാണ് വെർജിൻ മീഡിയ O2. 2026 ആദ്യ പകുതിയിൽ ആരംഭിക്കുന്ന O2 സാറ്റലൈറ്റ് സർവീസ് ഒരു ഓപ്ഷണൽ സർവീസ് ആയിരിക്കും. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി ചേർന്നാണ് ഈ സേവനം O2 നൽകുക. സേവനത്തിന് അധിക ചാർജ് ഈടാക്കും. UK-യുടെ അതിർത്തിക്കുള്ളിൽ ഭൂതല സിഗ്നലുകൾ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ഓട്ടോമാറ്റിക്കായി ഫോൺ നേരിട്ടുള്ള സാറ്റലൈറ്റ് മോഡിലേക്ക് മാറും. എന്നാൽ ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യകാലങ്ങളിൽ സാറ്റലൈറ്റ് വഴി ഫോൺ വിളിക്കാൻ സാധിക്കില്ല. മെസ്സേജിംഗ്, മാപ്പ്, ലൊക്കേഷൻ ആപ്പ് തുടങ്ങിയ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. സ്റ്റാർലിങ്കിന്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങൾ കോളുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതിനാലാണിത്. കുടിയേറ്റ വിരുദ്ധതയ്ക്ക് പിന്നാലെ UK-യിൽ വംശീയ വർണ്ണവെറി ആളിപ്പടഞ്ഞാനൊരുങ്ങുന്നതായി റിപ്പോർട്ട്. UK-യിലുടനീളം അതിവേഗം പടരുന്ന വംശീയവെറി, മുസ്ലിം വിരുദ്ധ സൂക്ഷ്മ ആക്രമണങ്ങൾ എന്ന തലത്തിലേക്ക് വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ എത്ര വലുതാണെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം ഇതാ.
ഇസ്ലാമോഫോബിയയെ നേരിടുന്നതിനുള്ള സർക്കാരിന്റെ പുതിയ ഔദ്യോഗിക പങ്കാളി ബ്രിട്ടീഷ് മുസ്ലിം ട്രസ്റ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് താൻ ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ ഒരു ഷോപ്പിൽ നിന്നുള്ള സേവനം നിഷേധിക്കപ്പെട്ടതിനെ കുറിച്ച് വെളിപ്പെടുത്തി. UK-യിലെ മുസ്ലിം സമൂഹം എത്രത്തോളം അരക്ഷിതമാണെന്നും ഒരു വംശീയ വിഭാഗം അവരെ എങ്ങനെ കാണുന്നു എന്നതിന്റെ നടുക്കുന്ന വെളിപ്പെടുത്തലാണിത്. ബ്രിട്ടീഷ് മുസ്ലിം ട്രസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് അക്കീല മുഹമ്മദ് വെസ്റ്റ് യോർക്ക്ഷയറിലെ ബ്രാഡ്ഫോർഡ്, ഈസ്റ്റ് സക്സസ്, ഗ്രേറ്റർ ലണ്ടൻ, ഗ്രേറ്റർ മാഞ്ചസ്റ്റർ എന്നിവയുൾപ്പെടെയുള്ള മുസ്ലിം സമൂഹങ്ങളിലെ അംഗങ്ങളെ കണ്ടുമുട്ടിയതിനു ശേഷം വെളിപ്പെടുത്തിയതാണിത്. വംശീയമോ മുസ്ലിം വിരുദ്ധമോ ആയ ഉള്ളടക്കത്തെക്കുറിച്ച് മാത്രമല്ല, ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന, നിയമം ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തെക്കുറിച്ചും പ്രതികരിക്കണമെന്നും അക്കീല മുഹമ്മദ് കൂട്ടിച്ചേർത്തു. ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ UK-യിൽ താമസിക്കുന്ന മലയാളി പ്രിൻസ് ഫ്രാൻസിസിന് 27 മാസത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. ഐൽ ഓഫ് വൈറ്റ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ഇയാൾ വർഷങ്ങളായി മദ്യലഹരിയിൽ ഭാര്യയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഭാര്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് പ്രിൻസ് ഫ്രാൻസിസ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇയാൾ മദ്യപാനത്തിനു ശേഷം വീട്ടുപകരണങ്ങൾ തകർക്കുകയും ഭാര്യയെ അടിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. 4 കുട്ടികളുള്ള കുടുംബത്തിൽ ഇളയ കുഞ്ഞിന്റെ പ്രസവ ശുശ്രൂഷ കാലത്ത് പോലും ഭാര്യയെ മർദ്ദിച്ചതായി പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. ഇതോടൊപ്പം UK-യിൽ ഗാർഹിക പീഡനം, ബലാത്സംഗ ശ്രമം തുടങ്ങിയ കേസുകളിൽ 10-ലധികം മലയാളികൾക്കെതിരെ വിചാരണ തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡോൺകാസ്റ്റർ നഗരത്തിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ 70 വയസ്സുള്ള ഒരാൾ കൊല്ലപ്പെട്ടു. ഗാങ്സ്റ്റൺ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്റർ ബെൻലി പ്രദേശത്തെ ഇൻസ്ലെൻ സമീപം സ്ഥിതി ചെയ്യുന്ന വയലിലേക്കാണ് തകർന്നു വീണത്. 41 വയസ്സുള്ള പൈലറ്റിനും 58 വയസ്സുള്ള സ്ത്രീക്കും 10 വയസ്സുള്ള ബാലനുമാണ് പരിക്കേറ്റത്. ഇവർക്ക് ചെറിയ പരിക്കുകളാണ് ഉണ്ടായതെന്ന് സൗത്ത് യോർക്ക്ഷയർ പോലീസ് അറിയിച്ചു. അപകട സ്ഥലത്ത് വെച്ച് 70-കാരനെ രക്ഷപ്പെടുത്താൻ മെഡിക്കൽ സംഘം ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസും എയർ ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും ചേർന്ന് അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അടച്ചുപൂട്ടിയ പഴയ ഊർജ്ജ അക്കൗണ്ടുകളിൽ ഏകദേശം 2 ദശലക്ഷം ഊർജ്ജ ബിൽ അടയ്ക്കുന്നവർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക വിഹിതം 240 മില്യൺ പൗണ്ട് എന്ന് കണക്കുകൂട്ടി ഓഫ്ജെം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം 1.9 മില്യൺ ഊർജ്ജ അക്കൗണ്ടുകൾ അടച്ചുപൂട്ടിയതായും ആകെ 240 മില്യൺ പൗണ്ട് കുടിശ്ശികയുള്ള ക്രെഡിറ്റ് ബാലൻസുകൾ ക്ലെയിം ചെയ്യാതെ അവശേഷിക്കുന്നതായും ഓഫ്ജെമിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നു. സമീപ വർഷങ്ങളിൽ വീടുകളിൽ നിന്നും താമസം മാറിയവർ അവരുടെ മുൻ അക്കൗണ്ടിൽ നിന്ന് റീഫണ്ട് നൽകേണ്ടതുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണമെന്ന് റെഗുലേറ്റർ അഭ്യർത്ഥിച്ചു. ലണ്ടനിലെ ഹീത്രൂവിൽ നിന്നും തായ്ലൻഡിലെ ഏറ്റവും വലിയ ദ്വീപും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രവുമായ ഫുക്കറ്റിലേക്ക് വെർജിൻ അറ്റ്ലാന്റിക് നേരിട്ടുള്ള സർവീസ് നടത്തുന്നു. 2026 ഒക്ടോബർ 18 മുതലായിരിക്കും സർവീസ് ആരംഭിക്കുക. പ്രതിവാരം 3 ദിവസങ്ങളിലായിരിക്കും ഒരു ബോയിംഗ് 787-9 ഈ റൂട്ടിൽ സർവീസ് നടത്തുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. 999 പൗണ്ട് മുതലാണ് വെർജിൻ അറ്റ്ലാന്റിക്കിലേക്കുള്ള പാക്കേജ് ഹോളിഡേ നിരക്കുകൾ ആരംഭിക്കുന്നത്. ലണ്ടനിൽ നിന്നും ഫുക്കറ്റിലേക്കുള്ള യാത്ര 12 മണിക്കൂർ ദൈർഘ്യമുള്ളതായിരിക്കും. നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്ത് TUI മാഞ്ചസ്റ്ററിൽ നിന്നും ഗാറ്റ്വിക്കിൽ നിന്നും ഇപ്പോൾ തന്നെ ഫുക്കറ്റിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ നടത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനുള്ള ചെലവിൽ പോലും കൈപൊള്ളുകയാണ്. ഇംഗ്ലണ്ടിൽ വീടുകളിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഗതാഗത ചെലവ് പ്രതിവർഷം മൊത്തത്തിൽ 2.3 ബില്യൺ പൗണ്ടായി ഉയർന്നു. ഇതിൽ പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളും വൈകല്യങ്ങളുമുള്ള കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ അവരുടെ സ്കൂളുകളിലേക്കുള്ള യാത്രയും ചെലവും അധികമാവുകയാണെന്ന് നാഷണൽ ഓഡിറ്റ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 25 വയസ്സ് വരെയുള്ള 1/2 ദശലക്ഷത്തിലധികം കുട്ടികളും യുവാക്കളും ഇപ്പോൾ കൗൺസിൽ ധനസഹായത്തോടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കോ കോളേജിലേക്കോ ഉള്ള ഗതാഗതം ഉപയോഗിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 415 മില്യൺ പൗണ്ട് അധികമായി ചെലവഴിച്ചതായി നാഷണൽ ഓഡിറ്റ് ഓഫീസ് കണ്ടെത്തി. പ്രയോജനം നേടുന്ന 16 വയസ്സിനു താഴെയുള്ള 4,70,000 കുട്ടികളിൽ ഏകദേശം 40%, അതായത് 1,80,000 പേർക്ക് പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളും വൈകല്യങ്ങളുമുണ്ട്. എന്നാൽ കൗൺസിലുകൾ എത്ഫർമ സെൻ വിദ്യാർത്ഥികൾക്കുള്ള ഗതാഗതത്തിനായി മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏകദേശം 5 ഇരട്ടി ചെലവഴിക്കുന്നു. കാരണം അവർ പലപ്പോഴും സിംഗിൾ ഓക്യുപ്പൻസി ടാക്സികളിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും എന്നത് തന്നെ. ഇനി ഡീസൽ കാറുകൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് മാറുന്ന കാഴ്ചയും അധികം വൈകാതെ കാണേണ്ടി വരും. ബ്രിട്ടീഷ് തെരുവുകളിൽ നിന്നും ഡീസൽ കാറുകൾ അധികം വൈകാതെ അപ്രത്യക്ഷമായേക്കും. ഉപഭോക്തൃ താല്പര്യവും അതുപോലെ സർക്കാരിന്റെ പുതിയ ഹരിത നയങ്ങളും കാരണം ഡീസൽ വാഹനങ്ങൾ ഷോറൂമുകളിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റവും അടുത്ത കാലത്തായി ഡീസൽ മോഡലുകളുടെ എണ്ണം കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്. യൂസ്ഡ് കാർ സൈറ്റായ കാർ ഗുഡ്സ് നടത്തിയ വിപണി വിശകലനത്തിൽ തെളിഞ്ഞത് പ്രധാന ബ്രാൻഡുകളിൽ നിന്നായി 57 മോഡലുകൾ മാത്രമാണ് ഡീസൽ എഞ്ചിനുമായി 2025 വിൽപ്പനയ്ക്ക് എത്തിയത് എന്നാണ്. 5 വർഷം മുൻപ് ഇത് 167 ആയിരുന്നു. അതായത് ഡീസൽ കാറുകളുടെ ലഭ്യത 66% കുറഞ്ഞു എന്നർത്ഥം.
എല്ലാം തലയിലേറ്റി വെക്കാതെ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ചുമതലകൾ നൽകണമെന്ന തീരുമാനത്തിലേക്ക് UK മന്ത്രിമാർ എത്തുകയാണ്. കണ്ടറിയണം അത് എത്രത്തോളം ഫലപ്രദമാകും. കാരണം ഓരോ നിയമത്തിലും അന്തിമ തീരുമാനം മന്ത്രിമാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാറും. ഓഫ്കോം, പരിസ്ഥിതി ഏജൻസി, BBC തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു നിയമങ്ങൾ വേഗത്തിലാക്കാനും നിയമങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനും ലേബർ സർക്കാർ പദ്ധതിയിടുന്നു. നിയമന പ്രക്രിയയിൽ കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും എന്നാൽ അന്തിമ തീരുമാനം മന്ത്രിമാർക്ക് വിട്ടുകൊടുക്കുന്നതുമാണ് പദ്ധതി. പൊതു നിയമന പ്രക്രിയയിൽ വരുന്ന ഒരു ദശകത്തിനിടയിലെ ഏറ്റവും വലിയ മാറ്റത്തിൽ ഏകദേശം 4000 പൊതു തസ്തികകളിലേക്ക് സ്ഥാനാർത്ഥികളെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നിർദ്ദേശിക്കുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ ക്യാബിനറ്റ് ഓഫീസ് പുറത്തിറക്കും. പുതിയ നിയമങ്ങൾ പ്രകാരം മന്ത്രിമാർക്ക് നിയമന പ്രക്രിയയുടെ കൂടുതൽ ഭാഗങ്ങൾ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാൻ കഴിയും. ആരെയാകും നിയമിക്കേണ്ടതെന്ന അന്തിമ തീരുമാനം അതാത് മന്ത്രിമാർക്ക് തന്നെയാകും. ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയ തദ്ദേശ പരമ്പരാഗത ആദിവാസി സമൂഹവുമായുള്ള രാജ്യത്തിന്റെ ആദ്യത്തെ ഔപചാരിക ഉടമ്പടി പാസാക്കി. പരമ്പരാഗത വിഭാഗവുമായുള്ള അനുരഞ്ജനത്തിലേക്കുള്ള ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പാണ് വിക്ടോറിയ നടത്തിയത്. 2 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിക്ടോറിയ പാർലമെന്റിന്റെ ഉപരിസഭ 16-നെതിരെ 21 വോട്ടുകൾക്ക് സംസ്ഥാന വ്യാപകമായ ഉടമ്പടി ബിൽ ഭേദഗതിയില്ലാതെ പാസാക്കി. വോട്ടെടുപ്പ് സ്ഥിരീകരിച്ചതോടെ പൊതു ഗാലറിയിൽ ഫസ്റ്റ് പീപ്പിൾസ് അസംബ്ലി സഹാധ്യക്ഷന്മാരായ എൻഗാര മുറയും റൂബൻ ബെർഗും സഹ അംഗങ്ങൾക്കും ആദിവാസി മൂപ്പന്മാർക്കും ഒപ്പം ഇരുന്ന് തീരുമാനത്തെ പിന്തുണച്ചു. ഇത് നമ്മുടെ ജനങ്ങൾക്കൊരു ചരിത്ര നിമിഷമാണ്. പതിറ്റാണ്ടുകളുടെ ആദിവാസി പ്രതിരോധ ശേഷിയും ആക്ടിവിസവും ഓസ്ട്രേലിയയുടെ ആദ്യ ഉടമ്പടിയിലേക്ക് നയിച്ചതിന്റെ കഥ ഭാവി തലമുറകൾക്ക് കൈമാറുമെന്നും വോട്ടെടുപ്പിന് ശേഷം എൻഗാര പറഞ്ഞു. അടുത്ത വർഷം അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണം വെറും 7500 എന്ന ടോക്കൺ തലത്തിലേക്ക് പരിമിതപ്പെടുത്താൻ തീരുമാനമെടുക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഇവരിൽ ഭൂരിഭാഗവും വെള്ളക്കാരായ ദക്ഷിണാഫ്രിക്കക്കാരായിരിക്കും. ഫെഡറൽ രജിസ്ട്രിയിൽ വ്യാഴാഴ്ച ഭരണകൂടം ഇക്കാര്യവും ഒരു അറിയിപ്പായി പ്രസിദ്ധീകരിച്ചു. ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞ വർഷം നിശ്ചയിച്ചിരുന്ന 1,25,000 എന്ന പരിധിയിൽ നിന്ന് കുത്തനെയുള്ള ഇടിവാണിത്. അമേരിക്കയിൽ ജോലി ചെയ്തു ജീവിക്കുന്ന ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് അടുത്ത പണിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ട്രംപ്. ഇന്ത്യക്കാരുടെ തൊഴിലാണ് ഇത്തവണ ട്രംപിന്റെ കൈകടത്തൽ ഉണ്ടായിരിക്കുന്നത്. H-1B വിസയുടെ വ്യാപകമായ ദുരുപയോഗം കാരണം വിദേശ തൊഴിലാളികൾ ജോലികൾ കൈയടക്കിയതിനാൽ യുവ അമേരിക്കക്കാർക്ക് അമേരിക്കൻ സ്വപ്നം നഷ്ടപ്പെട്ടുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു പരസ്യ വീഡിയോ US തൊഴിൽ വകുപ്പ് X-ൽ പങ്കുവച്ചത്. ഇന്ത്യയുടെ മേൽ എത്ര കുതിര കയറിയാലും മതിയാകില്ല, അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം. ഇപ്പോൾ അത് അമേരിക്കയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് അടുത്ത പണിയുമായി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് ട്രംപ്. ഇന്ത്യക്കാരുടെ തൊഴിലിലാണ് ഇത്തവണ ട്രംപിന്റെ കൈകടത്തലുണ്ടായിരിക്കുന്നത്. ഭരണത്തിലേറിയ നാൾ മുതൽ ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്നത് നയമാക്കി മാറ്റിയിരിക്കുന്ന ആളാണ് ട്രംപ്. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നിരവധി ഉദ്യോഗാർത്ഥികൾ അമേരിക്കയിൽ ജോലിക്കായി ആശ്രയിക്കുന്നത് H-1B വിസകളെയാണ്. ഇത് അമേരിക്കയിലെ സ്വകാര്യ കമ്പനികൾ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അമേരിക്കൻ ജനതയ്ക്കു പകരം അനിയന്ത്രിതമായി വിദേശികളെ ജോലിക്കെടുക്കുന്നു എന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരന്തരമായുള്ള ആരോപണം. ഈ ആരോപണത്തിന് പിന്നാലെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശ തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പരസ്യവും കൂടി പുറത്തിറക്കിയിരിക്കുന്നത്. അമേരിക്കൻ തൊഴിൽ വകുപ്പാണ് ഈ പരസ്യം പുറത്തിറക്കിയത്. H-1B വിസ പ്രോഗ്രാം ദുരുപയോഗം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഭരണകൂടം പ്രൊജക്ട് ഫയർവാൾ പദ്ധതി സെപ്റ്റംബറിൽ ആരംഭിച്ചത്. വിദേശ ജീവനക്കാരെ അമേരിക്കൻ തൊഴിലാളികൾക്കു പകരം നിയമിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി. കുറഞ്ഞ ശമ്പളത്തിൽ ടെക് എഞ്ചിനീയർ തസ്തികകളിലേക്ക് വിദേശ പ്രൊഫഷണലുകളെ നിയമിച്ചുകൊണ്ട് അമേരിക്കൻ തൊഴിലാളികളെ ഒഴിവാക്കുന്നതിൽ നിന്നും കോർപ്പറേഷനുകളെ തടയാനാണ് ഉദ്ദേശവും. H-1B വിസയുടെ വ്യാപകമായ ദുരുപയോഗം കാരണം വിദേശ തൊഴിലാളികൾ ജോലികൾ കൈയടക്കിയതിനാൽ യുവ അമേരിക്കക്കാർക്ക് അമേരിക്കൻ സ്വപ്നം നഷ്ടപ്പെടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പദ്ധതിയുടെ പരസ്യ വീഡിയോ US തൊഴിൽ വകുപ്പ് X-ൽ പങ്കുവച്ചത്. H-1B വിസ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണെന്നും വിസ അംഗീകാരങ്ങളിൽ 72% ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത് എന്നുമാണ് പരസ്യം അവകാശപ്പെടുന്നത്. തലമുറകളായി ഞങ്ങൾ അമേരിക്കക്കാരോട് പറഞ്ഞിരുന്നത് അവർ കഠിനാധ്വാനം ചെയ്താൽ അമേരിക്കൻ സ്വപ്നം നേടാൻ കഴിയുമെന്നാണ്. എന്നാൽ പല യുവ അമേരിക്കക്കാരിൽ നിന്നും ഈ സ്വപ്നം തട്ടിയെടുക്കപ്പെട്ടു എന്നും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കമ്പനികളെ H-1B വിസ ദുരുപയോഗം ചെയ്യാൻ അനുവദിച്ചതിനാൽ അമേരിക്കൻ ജനതയുടെ ജോലികൾ വിദേശ തൊഴിലാളികൾ കൈയടക്കി.
എന്നാൽ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് യുവ അമേരിക്കക്കാർക്ക് ഒരു പുതിയ അവസരം നൽകുകയാണ്. അമേരിക്കയിൽ ക്യാബിൻ ക്രൂ തമ്മിലടിച്ചതിനെ തുടർന്ന് യുണൈറ്റഡ് എയർലൈൻസ് വിമാനം പുറപ്പെടാൻ 4 മണിക്കൂർ വൈകിയത് വിവാദമാകുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അയോവയിലെ ഡെസ്മോയിൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചിക്കാഗോ ഒഹെയറിലേക്ക് പുറപ്പെടാനിരുന്ന യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിൽ അടിപിടി നടന്നത്. ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ റെക്കോർഡുകളിൽ ക്രൂ ലഭ്യത ആയിരുന്നു പ്രശ്നമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുണൈറ്റഡ് എയർലൈൻസിന്റെ മറ്റൊരു വിമാനത്തിലും ഈയിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ മാസം 15-ന് വാഷിംഗ്ടൺ ഡള്ളസിൽ നിന്ന് റോം ഫ്യൂമിസിലേക്ക് പോവുകയായിരുന്ന യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിലാണ് ഈ സംഭവം നടന്നത്. വിമാനം പറന്നുയർന്ന് 1 മണിക്കൂറിനുള്ളിൽ ഒരു യാത്രക്കാരന്റെ ലാപ്ടോപ്പ് കാർഗോ ഹോൾഡിൽ വീണപ്പോൾ വിമാന പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളിൽ തീപിടുത്ത സാധ്യത റിപ്പോർട്ട് ചെയ്തു. വിമാനം പുറപ്പെട്ട് 2 മണിക്കൂറും 13 മിനിറ്റും കഴിഞ്ഞപ്പോൾ അത് വിമാനത്താവളത്തിൽ തിരിച്ചെത്തി. 3 മണിക്കൂറിന് ശേഷമാണ് അത് യാത്ര പുനരാരംഭിച്ചത്. കേരള ചരിത്രത്തിലെ പുതുമയായിരുന്നു തുടർഭരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുഎസിനെ കടത്തിവെട്ടുന്ന നേട്ടം കേരളം ഉണ്ടാക്കിയെന്ന് ഖത്തറിലെ ദോഹയിൽ ലോക കേരള സഭയും മലയാളം മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സർക്കാരിന്റെ തുടർച്ചയായ ഇടപെടൽ കാരണം വലിയ നേട്ടങ്ങൾ ഉണ്ടായി. തുടർഭരണത്തിന്റെ പ്രത്യേകതയായിരുന്നു അത്. ശിശുമരണ നിരക്ക് രാജ്യത്ത് 1000-ൽ 25 ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമായ യുഎസിൽ ഇത് 5.6 ആണ്. കേരളത്തിൽ 5 ആണ്. അസാധ്യമായ പലതും കേരളം സാധ്യമാക്കി. ഒന്നും മുന്നോട്ട് പോക്കിന് തടസ്സമായില്ല. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കൂട്ടായ സഹകരണത്തോടെ കഴിഞ്ഞു. വികസനത്തോടൊപ്പം ക്ഷേമ പ്രവർത്തനത്തിനും സർക്കാർ മുൻതൂക്കം നൽകി. LDF സർക്കാർ 2016-ൽ അധികാരത്തിലെത്തുമ്പോൾ ക്ഷേമ പെൻഷൻ 600 രൂപയാണ്. അന്നത് കടലാസിൽ മാത്രമാണ്. സർക്കാർ ആദ്യം പെൻഷൻ കൊടുത്തു തീർത്തു, പിന്നീട് പെൻഷൻ ഉയർത്തി. നാളെ മുതൽ ക്ഷേമ പെൻഷൻ 2000 രൂപയാണ് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. UAE-യിൽ ഇന്ത്യക്കാർക്കുള്ള പാസ്പോർട്ട് ആധുനികവൽക്കരിക്കുന്നു. ഇനി മുതൽ എല്ലാ പാസ്പോർട്ട് അപേക്ഷകർക്കും ഈ പാസ്പോർട്ടാണ് വിതരണം ചെയ്യുകയെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ വ്യക്തമാക്കി. ഒക്ടോബർ 28-ന് ശേഷം അപേക്ഷിക്കുന്നവർക്കാണ് ബയോമെട്രിക് വിവരങ്ങൾ അടങ്ങുന്ന ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ട് ലഭിക്കുക. എന്നാൽ ഇതിനായി ബയോമെട്രിക് വിവരങ്ങൾ പ്രത്യേകം ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ സാധാരണ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് അത് കാലാവധി കഴിയുന്നതുവരെ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. ഇവർ പ്രത്യേകം ഈ പാസ്പോർട്ടിന് അപേക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. പാസ്പോർട്ട് അപേക്ഷാ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 1-ന് ചെൽറ്റൻഹാമിൽ വെച്ച് നടക്കുന്ന 16ാമത് യുക്മ ദേശീയ കലാമേളയുടെ തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. റീജിയണൽ കലാമേളകളിൽ മത്സരാർത്ഥികളുടെയും കാണികളുടെയും എണ്ണത്തിലുണ്ടായ അഭൂതപൂർവമായ വർധന ദേശീയ കലാമേളയിലും പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് യുക്മ ദേശീയ സമിതി കലാമേളയുടെ ഒരുക്കങ്ങൾ നടത്തിവരുന്നത്. കുതിരപ്പന്തയങ്ങൾക്ക് പേരുകേട്ട ചെൽറ്റൻഹാമിലെ പ്രശസ്തമായ ക്ലീവ് സ്കൂളിലെ MD വാസുദേവൻ നായർ നഗറിലാണ് 16ാമത് യുക്മ കലാമേളയ്ക്ക് തിരിതെളിയുന്നത്. ദേശീയ കലാമേളയുടെ സുഗമമായ നടത്തിപ്പിനായി യുക്മ ദേശീയ സമിതി പ്രഖ്യാപിച്ച വിപുലമായ സംഘാടക സമിതി സജീവമായി രംഗത്തുണ്ട്. 16ാമത് യുക്മ ദേശീയ കലാമേള 2025 ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ചീഫ് കോർഡിനേറ്റർ ജയകുമാർ നായർ, ജനറൽ കൺവീനർ വർഗീസ് ഡാനിയൽ, ഈവന്റ് കോർഡിനേറ്റർ ഡോക്ടർ ബിജു പെരിങ്ങത്തറ, ഫിനാൻസ് കൺട്രോൾ ഷീജോ വർഗീസ്, പീറ്റർ തണോലിൽ, വൈസ് ചെയർമാൻ സ്മിത തോട്ടം, സുനിൽ ജോർജ്, രാജേഷ് രാജ്, കോർഡിനേറ്റേഴ്സ് സണ്ണിമോൻ മത്തായി, റെയ്മോൾ, നിധീരി, ഓർഗനൈസേഴ്സ് സജീഷ് ടോം, മനോജ് കുമാർ പിള്ളാൻ, അലക്സ് വർഗീസ്, വർഗീസ് ജോൺ, ഡിക്സ് ജോർജ്, ടിറ്റോ തോമസ്, ഷാജി തോമസ്, ഓഫീസ് മാനേജ്മെന്റ് കുര്യൻ ജോർജ്, ബൈജു തോമസ്, അജയ് പെരുമ്പലത്ത്, സൂരജ് തോമസ്, രാജീവ് CP, തേജു മാത്യൂസ്, സിജോ വർഗീസ്, പബ്ലിസിറ്റി ആൻഡ് മീഡിയ മാനേജ്മെന്റ് സുജു ജോസഫ്, ജഗ്ഗി ജോസഫ്, ഷൈമോൻ തോട്ടുങ്കൽ, അനീഷ് ജോൺ എന്നിവരാണ്. കാർഡിഫിലെ ക്ലിഫ്ടണിൽ താമസിച്ചു വരികയായിരുന്ന റെജി ജോർജ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഹൃദയാഘാതം മൂലം മരിച്ചു. 48 വയസ്സായിരുന്നു. മൂവാറ്റുപുഴ കയനാട് തച്ചുകുന്നേൽ കുടുംബാംഗമാണ്. അപ്രതീക്ഷിതമായ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റെജിയോടൊപ്പം താമസിച്ചിരുന്ന മകൻ ആൽബി ഇപ്പോൾ കാർഡിഫിലെ സ്കൂൾ വിദ്യാർത്ഥിയാണ്. റെജിയുടെ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആവശ്യമായ നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മൂവാറ്റുപുഴയിലെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്താനാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.67 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.14 യൂറോ. ഒരു US ഡോളർ 88.72 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.63 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.32 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.41 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-48
4897. Indian cell number 918921120509, or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മുംബൈ നഗരത്തിലെ പൊവൈ മേഖലയിൽ യൂട്യൂബർ 17 കുട്ടികളെ ബന്ദികളാക്കിയ കുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിനിടെ പ്രതി രോഹിത് ആര്യ വെടിയേറ്റു കൊല്ലപ്പെട്ടു. കുട്ടികളെല്ലാം സുരക്ഷിതരാണെന്ന് അധികൃതർ വ്യക്തമാക്കി. പൊവയിലെ RA സ്റ്റുഡിയോ എന്ന അഭിനയ പഠന കേന്ദ്രത്തിൽ വെബ് സീരീസിന്റെ ഓഡിഷന് വേണ്ടി വിളിച്ചു വരുത്തിയ കുട്ടികളെ ഇയാൾ ബന്ദികളാക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ തനിക്ക് ചില ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ ഒരു വീഡിയോയും പുറത്തുവിട്ടിരുന്നു. പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതിനിടെ രോഹിത് ആര്യയ്ക്ക് വെടിയേൽക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് മരിച്ചത്. കുട്ടികളെ സുരക്ഷിതമായി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടതായി മുംബൈ പോലീസ് പറഞ്ഞു. പ്രതി മാനസിക രോഗിയാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ജസ്റ്റിസ് സൂര്യകാന്തിനെ രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി നിയമിച്ചു. നവംബർ 24-നാണ് പുതിയ ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുക. ജസ്റ്റിസ് BR ഗവായ് വിരമിക്കുന്നതോടെയാണ് പുതിയ ചീഫ് ജസ്റ്റിസ് നിയമനം. ജസ്റ്റിസ് സൂര്യകാന്തിനെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അഭിനന്ദിച്ചു. തന്റെ പിൻഗാമിയായി നിലവിലെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് ജസ്റ്റിസ് സൂര്യകാന്തിനെ കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തിരുന്നു. നവംബർ 23-നാണ് BR ഗവായ് വിരമിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്തിന് 2027 ഫെബ്രുവരി 9 വരെ സേവന കാലാവധിയുണ്ട്. ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജസ്റ്റിസ് സൂര്യകാന്ത് സംസ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ്. 38-ാം വയസ്സിൽ അദ്ദേഹം ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. നവി മുംബൈയിലെ ബേലാംപൂർ നിയമസഭാ മണ്ഡലത്തിൽ 33,000-ലേറെ വ്യാജ വോട്ടർമാരുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. വ്യാജ വോട്ടർമാരുടെയും സംശയാസ്പദമായ രീതിയിൽ പേരുള്ളവരുടെയും വിവരങ്ങളാണ് കൈമാറിയത്. 15,000 ഇരട്ട വോട്ടുകളും 18,000-ലേറെ വ്യാജ വോട്ടുകളും ഉണ്ട് എന്നാണ് MNSന്റെ ആരോപണം. ജൂയി നഗറിൽ ശുചിമുറിയുടെ മേൽവിലാസത്തിൽ വോട്ടറുണ്ടെന്ന ഉദാഹരണവും അവർ പങ്കുവച്ചിട്ടുണ്ട്. 200-ലേറെ വോട്ടർമാരുടെ വിലാസം പാൻ ബീച്ച് റോഡ് സാൻപട എന്നു മാത്രമാണെന്നും MNS നേതാവ് ഗജാനൻ കാലെ പറഞ്ഞു. കെട്ടിട നമ്പറോ വീട്ടു നമ്പറോ ഇവർക്കില്ല എന്നും തൊട്ടടുത്ത കടകളിൽ ചോദിച്ചിട്ടും ഇവരെ കുറിച്ച് ആർക്കും വിവരമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച സ്ത്രീയെ ഗർഭം ധരിപ്പിക്കാനുള്ള ജോലി എന്ന വ്യാജ പരസ്യം വിശ്വസിച്ച പൂനെയിലെ 44-കാരനായ കരാറുകാരന് നഷ്ടമായത് 11 ലക്ഷം രൂപ. അമ്മയാകാനായി പുരുഷനെ തേടുന്നു, പ്രതിഫലമായി 25 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു പരസ്യത്തിൽ നൽകിയ വാഗ്ദാനം. വീഡിയോയിലൂടെ ജാതിയോ നിറമോ പ്രശ്നമില്ല എന്ന് പറഞ്ഞ സ്ത്രീയുടെ സന്ദേശം വിശ്വസിച്ച് യുവാവ് നൽകിയ നമ്പറിൽ ബന്ധപ്പെട്ടു. ജോലിക്ക് രജിസ്റ്റർ ചെയ്യണം എന്ന പേരിൽ തട്ടിപ്പുകാർ പല തവണകളായി രജിസ്ട്രേഷൻ ഫീസ്, GST, TDS തുടങ്ങിയ പേരിൽ പണം വാങ്ങി. 1.5 മാസത്തിനിടെ 11 ലക്ഷത്തോളം രൂപ അയച്ച ശേഷം ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ ബ്ലോക്ക് ചെയ്തതോടെ യുവാവ് വലയിലായി എന്ന് തിരിച്ചറിഞ്ഞു. മാഹിയിലും നേരത്തെ സമാനമായ രീതിയിൽ തട്ടിപ്പുകാർ പ്രവർത്തിച്ചിരുന്നു. സ്ത്രീയെ ഗർഭം ധരിപ്പിക്കാനുള്ള ജോലി വാഗ്ദാനം ചെയ്ത് ലോഡ്ജ് ജീവനക്കാരനായ നേപ്പാൾ സ്വദേശിയിൽ നിന്ന് അന്ന് 1/2 ലക്ഷം രൂപ തട്ടിയെടുത്തു. പോലീസ് ഇരു സംഭവങ്ങളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. PM ശ്രീ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആഴ്ചതോറും CPM CPI ചർച്ചയ്ക്ക് ധാരണ. ബുധനാഴ്ച AKG സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയാണ് ഏറെക്കാലമായി നിർത്തിവെച്ച ഈ ചർച്ച പുനരാരംഭിക്കണമെന്ന നിർദ്ദേശം വെച്ചത്. CPI ഇത് സ്വാഗതം ചെയ്തു. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായ ആദ്യ നാളുകളിൽ CPM CPI തർക്കങ്ങൾ അടിക്കടി ഉണ്ടായതോടെ ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വങ്ങൾ ഇടപെട്ടാണ് ആശയവിനിമയം ശക്തമാക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയും കാനം രാജേന്ദ്രനും CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും തമ്മിൽ ആഴ്ചയിൽ ഒരിക്കൽ സംസാരിക്കാൻ ധാരണയായി. അതോടെ CPIയുടെ പരസ്യ പ്രതികരണങ്ങൾക്ക് കുറവുണ്ടായി. ആ സംവിധാനം കാര്യക്ഷമമായി CPM വിലയിരുത്തി. മുഖ്യമന്ത്രിയുമായി കാനം നിരന്തരം സന്ധി ചെയ്യുകയാണെന്ന വിമർശനം പക്ഷേ CPIയിൽ ശക്തിപ്പെട്ടു. സംസ്ഥാനത്ത് സ്ത്രീ മുന്നേറ്റങ്ങളിൽ പുതുചരിത്രം എഴുതി 266 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന രാപ്പകൽ സമരം കേരളപ്പിറവി ദിനമായ നാളെ അവസാനിക്കും. ആശാവർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. പ്രാദേശിക തലങ്ങളിൽ സമരം തുടരും. 2026 ഫെബ്രുവരി 10-ന് സമരം 1 വർഷം തികയുന്ന ദിവസം മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. നാളെ രാവിലെ 11:30-ന് ആശമാർ നടത്തുന്ന സമര പ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 1000 രൂപ വർദ്ധിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ CITU ശ്രമിക്കുന്നതിൽ സമരസമിതിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഓണറേറിയം 21,000 രൂപയാക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യേണ്ട അരിയിൽ 43 ലക്ഷം കിലോഗ്രാം 4 വർഷം കൊണ്ട് കരിഞ്ചന്തക്കാർ തട്ടിയെടുത്തു. കടത്താനായി ഗോഡൌണുകളിൽ സൂക്ഷിച്ച 75,000 കിലോയും കടത്തിയതിൽ നിന്ന് 1.3 ലക്ഷം കിലോയും ഉദ്യോഗസ്ഥർ തിരിച്ചുപിടിച്ചു. 2021 ജൂൺ മുതൽ 2025 ഓഗസ്റ്റ് 15 വരെ
സപ്ലൈകോയുടെ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരമുള്ള ഗോഡൌണുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസർമാർ, സിവിൽ സപ്ലൈസ് വകുപ്പ് സ്പെഷ്യൽ സ്ക്വാഡ്, സപ്ലൈകോ വിജിലൻസ് തുടങ്ങിയവർ നടത്തിയ പരിശോധനയിലാണ് സ്റ്റോക്കിലെ കുറവ് കണ്ടെത്തിയത്. സ്റ്റോക്ക് വരവ് അതത് ദിവസം രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ. ഗോഡൌണുകളിൽ നിന്ന് നടത്തുന്ന മേൽത്തരം അരി 18 മുതൽ 24 വരെ രൂപയ്ക്ക് കലിച്ചിരുന്നക്കാർക്ക് നൽകുന്നതിലൂടെ ലക്ഷങ്ങളാണ് ചില കരാറുകാരും ഉദ്യോഗസ്ഥരും തട്ടിയെടുക്കുന്നത്. ഈ അരി മില്ലിൽ എത്തിച്ച് പോളിഷ് ചെയ്ത് കമ്പനികളിൽ എത്തിക്കുകയും മുന്തിയ ഇനത്തിനൊപ്പം കലർത്തി ബ്രാൻഡഡ് അരിയായി വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് രീതി. തകർപ്പൻ സെഞ്ചുറിയുമായി ഇന്ത്യയെ ഏകദിന വനിതാ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ചതിന് പിന്നാലെ വൈകാരികമായ പ്രതികരണവുമായി ജെമീമ റോഡ്രിഗസ്. 339 റൺസ് എന്ന റെക്കോർഡ് വിജയലക്ഷ്യം പിന്തുടർന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയക്കെതിരെ 5 വിക്കറ്റ് വിജയം ഇന്ത്യ സ്വന്തമാക്കി. 134 പന്തുകൾ നേരിട്ട ജമീമ 127 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. ഹർമൻപ്രീത് കൗറുമായി ജമീമ പടുത്തുയർത്തിയ 167 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ലായത്. 115 പന്തുകളിൽ നിന്നാണ് ജമീമ ലോകകപ്പിലെ ആദ്യത്തെയും ഏകദിന ഫോർമാറ്റിലെ മൂന്നാമത്തെയും സെഞ്ചുറി സ്വന്തമാക്കിയത്. ആദ്യ 3 മത്സരങ്ങളിൽ മികച്ച സ്കോറുകൾ കണ്ടെത്താതിരുന്നതോടെ ജമീമയെ ഒരു മത്സരത്തിൽ നിന്ന് BCCI ബെഞ്ചിലിരുത്തിയിരുന്നു. സെഞ്ചുറി നേടിയ ശേഷം ബാറ്റ് ഉയർത്തിയും ഹെൽമറ്റ് ഊരിയുമുള്ള ആഘോഷ പ്രകടനങ്ങൾക്ക് ജമീമ നിന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിയേറ്റ വിരുദ്ധ നിലപാട് തിരുത്തി കൺസർവേറ്റീവ് നേതാക്കൾ. കർശനമായ കുടിയേറ്റ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടത്താൻ തനിക്ക് ഉദ്ദേശമില്ല എന്ന് കെമി ബേഡ്നോക്ക്. ബ്രിട്ടനിൽ സ്വന്തമായ ഒരു വീട് വാങ്ങാമെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോടാണ്. ബ്രിട്ടനിൽ വാടക ചെലവുകൾ പോലും നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് എന്ന് റിപ്പോർട്ട്. ആൻഡ്രൂ രാജകുമാരൻ ഇനി മുതൽ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസൺ എന്നറിയപ്പെടും. രാജകുമാരന്റെ രാജകീയ പദവികൾ പിൻവലിക്കുമെന്നും ബക്കിംഗ്ഹാം കൊട്ടാരം. ഡോൺകാസ്റ്റർ നഗരത്തിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ 70 വയസ്സുള്ള ആൾ കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്ക്. ലണ്ടനിലെ ഹീത്രൂവിൽ നിന്നും തായ്ലൻഡിലെ ഫുക്കറ്റിലേക്ക് വെർജിൻ അറ്റ്ലാന്റിക് നേരിട്ടുള്ള സർവീസ് നടത്തുന്നു. 2026 ഒക്ടോബർ 18 മുതൽ ആഴ്ചയിൽ 3 ദിവസം സർവീസ്. അടുത്ത വർഷം അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണം വെറും 7500 എന്ന തലത്തിലേക്ക് പരിമിതപ്പെടുത്താൻ തീരുമാനമെടുത്ത് ട്രംപ് ഭരണകൂടം. ഇവരിൽ പരിഗണന വെള്ളക്കാരായ ദക്ഷിണാഫ്രിക്കക്കാർക്ക്. കേരള ചരിത്രത്തിലെ പുതുമയായിരുന്നു തുടർ ഭരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. US-നെ കടത്തിവെട്ടുന്ന നേട്ടം കേരളം ഉണ്ടാക്കിയെന്ന് ഖത്തറിലെ ദോഹയിൽ പിണറായി വിജയൻ. UAE-യിൽ ഇന്ത്യക്കാർക്കുള്ള പാസ്പോർട്ട് ആധുനികവൽക്കരിക്കുന്നു. ഇനി മുതൽ എല്ലാ പാസ്പോർട്ട് അപേക്ഷകർക്കും ഈ പാസ്പോർട്ട്. PM ശ്രീ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആഴ്ചതോറും CPM CPI ചർച്ചയ്ക്ക് ധാരണ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.